കൊന്നവനെ വെറുതെ വിട്, കണ്ടവനെ തൂക്കിക്കൊല്ല്. ആരെവിടെ? ആ കൊന്നവനെ വെറുതെ വിട്, അത് കണ്ടു നിന്നവനെ പിടിച്ച് തൂക്കിക്കൊല്ല് എന്ന് പണ്ടാരാണ്ട് പറഞ്ഞതുപോലെയാണ് KPCCയുടെ അധ്യക്ഷൻ ഹരമനക്കിങ്ങിണിയുടെ ഇപ്പോഴത്തെ നടപടി. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള മൂവർ സംഘത്തിന്റെ മുടിഞ്ഞ കളി അതിന്റെ സർവ്വസീമകളും ലംഘിച്ച് രാഹുൽ പറഞ്ഞതും കേൾക്കത്തില്ല, പൊട്ടുമാമി പറയുന്നതും കേൾക്കില്ല എന്ന മട്ടിൽ ഈ സുഗ്രീവന്മാർ പല ദിശകളിലായി പോകുമ്പോഴാണ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ ചെന്നിത്തലയുടെ മുഴുവൻ പേജ് പരസ്യം പ്രത്യക്ഷപ്പെട്ടത്. കാഴ്ചയിൽ താനൊരു ചെറിയതാണെങ്കിലും ആയ കാലത്ത് താനൊരു ആറ്റം ബോംബായിരുന്നു എന്ന് പടങ്ങളടക്കം സമർത്ഥിക്കുവാൻ ശ്രമിക്കുന്ന ആ പരസ്യം ഫോക്കസ് ഫീച്ചർ എന്ന ഓമന പേരിലാണ് കൊടുത്തത്. അപ്രകാരം കൊടുത്താൽ മണ്ടന്മാരായ ഇംഗ്ലീഷ് വായനക്കാർ അത് പത്രം തന്നെ രമേശിൻ്റെ ഗുണഗണങ്ങൾ വർണ്ണിച്ചതാണെന്ന് തെറ്റിദ്ധരിക്കും എന്ന് കരുതിയാണത്രേ ഈ PR പണി ചെയ്തത്. ചെന്നിത്തലയുടെ കൂടെ ബോബനും മോളിയും കഥയിലെ പിള്ളേരുടെ പുറകെ പോകുന്ന ശുനകനെ പോലെ നിഴൽ പോലെ എപ്പോഴും നടക്കുന്ന കേരള കൗമുദിയിലെ പഴയ പ്രാദേശിക ലേഖകനാണ് ഈ പണിയൊക്കെ ഒപ്പിക്കുന്നത്. പല മാധ്യമങ്ങൾക്കും എഡിറ്റോറിയൽ സപ്പോർട്ട് നൽകണമെന്നും പറഞ്ഞ് പണം കൊടുക്കുന്നതും ഇദ്ദേഹമാണ്. ഇത് സകലരും അറിയുകയും അവസാനം ചെന്നിത്തലയ്ക്ക് ബൂമറാങ് ആകുകയും ചെയ്യുകയാണ് പതിവ്. ഇത്തവണയും പതിവ് പോലെ പ്രതിച്ഛായാവർദ്ധനവിന് ഇറങ്ങി കൊട്ടാരത്തിൽ പട്ടച്ചാരയമൊഴിച്ച് നാറ്റിച്ചു. PR ചെയ്യുവാൻ സതീശനെ കണ്ട് നിങ്ങൾ പഠിക്കണം. പെറ്റ തള്ള പോലും ചെയ്തത് PR ആണെന്ന് മനസ്സിലാക്കില്ല. അത്ര കൈയടക്കത്തോടെയാണ് ഈ പണി ചെയ്യുന്നത്. ചെന്നിത്തല കൊട്ടാരം പണിഞ്ഞെങ്കിലും അവസാനം കക്കൂസ് പൊളിച്ച് കള്ളനാകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഇതാണ് എപ്പോഴും സംഭവിക്കുന്നത്. തമാശ അതല്ല. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിലെ പരസ്യം വിവാദമായതിനെ തുടർന്ന് വഴിയെ ചെറു കാജാപിടിയും വലിച്ചു കൊണ്ടുപോയ DCC ജനറൽ സെക്രട്ടറി പ്രജിൻ ബാബുവിന് KPCC കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. പിന്നെ അല്ല, ആരുടെയും പുല്ല് ചോദിക്കേണ്ടേ? കടുത്ത അച്ചടക്ക ലംഘനമാണ് നടന്നതെന്നും ഫീച്ചർ നൽകിയതിൽ വിശദീകരണം നൽകണമെന്നുമാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ നിർദ്ദേശപ്രകാരം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനൽ ആവശ്യപ്പെട്ടത്. കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ച 3 ദിവസത്തിനകം കൃത്യമായ വിശദീകരണം KPCC നേതൃത്വത്തിന് നൽകാത്ത പക്ഷം തുടർ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നും KPCC അറിയിച്ചു. പാലോട് രവിയോട് ചോദിച്ചത് കണ്ടില്ലായിരുന്നു. ഏതാണ്ട് അതുപോലെ ശക്തമായ നടപടി സ്വീകരിക്കും എന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അന്ന് മുതൽ, അതല്ല അതിനു മുമ്പ് തന്നെ മാരക PR ക്യാമ്പയിനുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന VD സതീശനോടും രമേശ് ചെന്നിത്തലയോടും ഹൈക്കമാൻഡൻ KC വേണുഗോപാലിനോടും ആരും ഒരു എക്സ്പ്ലനേഷനും ഇതുവരെ ചോദിച്ചു കണ്ടില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും സംഘടനയ്ക്ക് പൊതുസമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കുന്ന വിധം പത്രദൃശ്യ സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ പരസ്യ പ്രസ്താവനകൾ നടത്തുവാൻ പാടില്ലെന്ന് AICCയും KPCCയും നിർദ്ദേശം നൽകിയിരുന്നു. അതിന് ഘടകവിരുദ്ധമായി പ്രവർത്തിച്ചതിനാലാണ് പ്രജിൻ ബാബുവിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്നാണ് ഇവരുടെ ഭാഷ്യം. കൊന്നവനെ വെറുതെ വിട്, അത് കണ്ടു നിന്നവനെ തൂക്കിക്കൊല്ല്. സോഷ്യോപാത്തും സർവോപരി സൈനഡിലെ കൃമിയുമായ VD സതീശനാണ് ചെന്നിത്തലയുടെ പേരിൽ ഈ പരസ്യം നൽകി പണി കൊടുത്തത് എന്നാണ് രമേശൻ ക്യാമ്പിൻ്റെ വിശദീകരണം. ഇപ്രകാരം ഒരു 1 ലക്ഷം രൂപ നൽകി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ ഒരു പരസ്യം നൽകി അത് വിവാദമാക്കിയാൽ ഈ അവസരത്തിൽ അത് ചെന്നിത്തലയ്ക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കുമെന്നും ദേശീയ നേതൃത്വമടക്കം രമേശന്റെ ചെന്നിത്തലയ്ക്കിട്ട് പണി കൊടുക്കുമെന്നും കരുതിയാണത്രേ സതീശൻ ഈ പണി ചെയ്യിപ്പിച്ചത് എന്നാണ് അവർ പറയുന്നത്. സതീശന്റെ ജനുസുഗുണം വെച്ച് ഇത്തരം തരവഴികൾ കൈയടക്കത്തോടെ ചെയ്യുവാനുള്ള സകല കഴിവുകളും സാധ്യതകളും നമുക്ക് തള്ളിക്കളയുവാൻ സാധ്യമല്ല. എന്നിരുന്നാലും യാതൊരു അച്ചടക്കവും പാലിക്കാതെ ഇതൊക്കെ വായും പൊളിച്ചു നിന്ന് കാണുന്ന നാട്ടുകാർ എന്ത് വിചാരിക്കും എന്ന് പോലും ചിന്തിക്കാതെ മാന്യതയുടെ സകല സീമകളും ലംഘിച്ച് കുത്തിമറിയുന്ന ഈ മൂവർ സംഘത്തിനെതിരെ യാതൊരു നടപടിയും എടുക്കാതെ വഴിയിൽ വെറുതെ കപ്പലണ്ടിയും കുറച്ചു കൊണ്ടുനിന്ന പ്രജിൻ ബാബുവിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ സണ്ണിക്കുട്ര, നിന്നോട് ദൈവം ചോദിക്കും. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഈ മൂവരിൽ ആര് വന്നാലും കേരള ജനത ഒടുക്കം അത് പറയാൻ പാടില്ലെന്നോ? എങ്കിൽ ബാക്കി ഭാഗം നിങ്ങൾ fill in the blanks with suitable words. Goodbye. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.